വെച്ചിട്ടാണ് സ്ത്രീകളെ ഇവൻ തെറി പറയുന്നത്. ഇവന്റെ ശരി, നിങ്ങളെ ഈ കേരളത്തിലെ സ്ത്രീകളെ വേദനിപ്പിച്ചിട്ടു ഉണ്ടെങ്കിൽ എന്റെ വീഡിയോ വഴി വേദനിപ്പിച്ചു. നീ എല്ലാ സ്ത്രീകളെ എന്റെ പൊന്നെ, നിയമമൊക്കെ കയ്യിലെടുക്കുക എന്ന് പറഞ്ഞെങ്കിൽ അതാ ഇങ്ങനെ കെട്ടുക്കണം, കോളറിൽ പിടിച്ച് മുഖത്തടിച്ച് കയ്യെടുക്കടാ, കേരളത്തിലെ പെണ്ണുങ്ങൾ നിനക്ക് അറിയില്ലടാ എന്നൊക്കെ വേണം. ഇത് നമ്മുടെ ഭാഗ്യലക്ഷ്മി എന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കുറച്ച് മുമ്പ്, ഒരു 3 വർഷം മുമ്പ് നടന്നൊരു കാര്യമാണ്. വിജയ് പി നായർ എന്ന് പറയുന്ന ഒരു വ്യക്തി അയാളുടെ ചാനൽ വഴി കുറെ വൃത്തികേടുകൾ പറഞ്ഞിരുന്നു. വൃത്തികേട് തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അതിലൊരു വീഡിയോ കുറച്ച് ഭാഗം ഞാൻ കാണിച്ചു തരാം. ആ വീഡിയോയിൽ എവിടെയും ആള് ഇന്ന ആളാണെന്ന് പറയാതെ ഒരു കാര്യം പറഞ്ഞു. വൃത്തികേട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പ്രതികരിക്കൊക്കെ വേണം, പക്ഷെ ഇവരെല്ലാരും കൂടെ കേസ് കൊടുത്തു. ഞങ്ങളെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ മൊത്തത്തിൽ സ്ത്രീകൾ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുത്തു. കേസ് പോലീസുകാരെ എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാളുടെ വീട്ടിലേക്ക് കയറി ചെന്ന് അയാൾ ഇടിച്ച് കരിയോയിലൊഴിച്ച് അയാളുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഒക്കെ എടുത്തിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ഇവർ തന്നെ അയാളെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്തിട്ട് കേസ് കൊടുക്കുക എന്ന് പറയുന്നുണ്ടായിരുന്നു. കേസൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ കേസൊന്നും ഇവിടെ എത്തിയിട്ടില്ല. സൈബർ കേസുകളൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ എന്നുള്ളതാണ്. ഒരുപാട് കാലത്തിന് ശേഷം ആ വിഷയം കഴിഞ്ഞ് ഇപ്പൊ ഏകദേശം 3 വർഷത്തോളായില്ലേ. ഇന്ന് രാവിലെ ഞാൻ ഫേസ്ബുക്ക് തുറന്നപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത്. വീഡിയോ കണ്ടപ്പോ എന്താണെന്നത് നോക്കണല്ലോ. അന്നത് എല്ലാവരും പ്രതികരിച്ച് ഒഴിവാക്കിയതാണ്. പക്ഷെ ഇന്ന് ഈ വീഡിയോക്ക് എന്തത്ര പ്രാധാന്യം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഭാഗ്യലക്ഷ്മിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, ഭാഗ്യലക്ഷ്മി അങ്ങോട്ടും കേസ് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായിന്ന് ദൈവം തമ്പുരാന് പോലും അറിയില്ല. അത് അവിടെ കിടക്കുക എന്നുള്ളതാണ്. അതൊന്നും കൂടാതെ ഇന്ന് ഭാഗ്യലക്ഷ്മി ഇരയോടൊപ്പം എന്ന ഹാഷ്ടാഗും വെച്ചുകൊണ്ട് ആക്രമിക്കപ്പെട്ട നടിയുടെ ഫോട്ടോയും പേരൊക്കെ നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ഒരു തെറ്റാണ് എന്നുള്ള ഒരു കാര്യം ഭാഗ്യലക്ഷ്മി അറിഞ്ഞോ അറിയാതെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അറിയാതിരിക്കാൻ സാധ്യതയില്ല, കാരണം അത്ര ലോകവിവരമുള്ള ഒരാൾക്ക് ഇത് അറിയാതിരിക്കാൻ കഴിയില്ലല്ലോ. എന്തായാലും അന്നത്തെ വീഡിയോ നമുക്കൊന്ന് കാണാം. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഫെമിനിസ്റ്റ് ആണ്, ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. ഈ മഹതി പണ്ട് മദ്രാസിലായിരുന്നു താമസിച്ചിരുന്നത്, ഇന്നത്തെ ചെന്നൈയിൽ. അപ്പൊ ഈ മഹതിക്ക് അമ്മയച്ഛനൊന്നും ഇല്ല. അപ്പം വല്യമ്മയോ അമ്മാവി ആരാണോ ഇവരെ വളർത്തിയത്. അപ്പൊ ഈ അമ്മാവി ഒരു അരമാമിയാണ്. മാമി എന്ന് പറയുന്നത് മനസ്സിലാവുമല്ലോ. അപ്പൊ ഇവര് ഈ പെൺകുട്ടിയും കൊണ്ട് പലവർക്കും കൂട്ടിക്കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ഇന്ന് വലിയ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്, അന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അല്ല. സിനിമയിൽ ചാൻസ് ചോദിച്ചു ഓരോ ആൾക്കും കൊണ്ട് കൂട്ടിക്കൊടുക്കുന്ന പതിവായിരുന്നു. ഓക്കെ, ഈ ഒരു വൃത്തികേട് പറഞ്ഞതിന്റെ മുഖത്തടിക്കണം എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേസിന് കാത്തിരിക്കുക. പക്ഷെ ഇവിടെ ആളുടെ പേര് പറഞ്ഞിട്ടല്ല ആള് വീഡിയോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ PG വിശ്വംഭരന്റെ ഒരു സിനിമ മദ്രാസിൽ വർക്ക് നടക്കുന്ന സമയം, അപ്പോൾ ഒരു പ്രൊഡക്ഷൻ മാനേജർ ഉണ്ട്, അദ്ദേഹത്തിന്റെ പേര് തങ്കപ്പൻ എന്നാണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഷൂട്ടിന്റെ ദിവസങ്ങളിൽ നമ്മൾ പ്രൊഡക്ഷൻ മാനേജർക്ക് അസോസിയേറ്റ് ഡയറക്ടർ റൂമിലോ അല്ലെങ്കിൽ ഡയറക്ടർ റൂമിലോ ഒക്കെ വരുന്നത് പതിവാണ്. അങ്ങനെ അദ്ദേഹം തങ്കപ്പൻ രാവിലെ എന്തോ കാര്യം, ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്തോ കാര്യം ചോദിക്കാനായിട്ട് PG വിശ്വംഭരന്റെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. കയറി ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഡോർ ക്ലോസ് ചെയ്തിട്ടില്ല. സാധാരണ രീതിയിൽ പകലായതുകൊണ്ട്, രാവിലെ ആയതുകൊണ്ട് അങ്ങനെ ക്ലോസ് ചെയ്യാറില്ല. അപ്പം പെട്ടെന്ന് തങ്കപ്പൻ കഥവ് തുറന്ന് അകത്ത് കയറിയപ്പോൾ കണ്ട കാഴ്ച ഈ പറഞ്ഞ മഹതിയെ, അതായത് ഇന്നത്തെ ഫെമിനിസ്റ്റായ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ മതിലിൽ ചാരി നിർത്തിക്കൊണ്ട് PG വിശ്വംഭരൻ പണിയുന്നു. അപ്പോൾ തങ്കപ്പൻ ഇത് കണ്ടത് ഒന്ന് പെട്ടെന്ന് അറച്ചു നിന്നു. കാരണം രണ്ടുപേരും അകത്ത് തുണിയില്ലാതെ നിൽക്കുകയാണ്. അപ്പം ഉടനെ PG വിശ്വംഭരന്റെ ഒരു സ്റ്റൈലുണ്ട്. അദ്ദേഹം ഇയാളെ ഒരു തെറിയും വിളിച്ചു, നിനക്ക് കഥ തട്ടി അകത്ത് കയറി ഒന്നുകൂടാം എന്ന് ചോദിച്ചുകൊണ്ട് PG വിശ്വംഭരൻ അയാളെ വഴക്ക് പറഞ്ഞു. പിന്നീട് ഈ തങ്കപ്പൻ ഈ സംഭവം സിനിമാ വൃത്തങ്ങളിൽ കംപ്ലീറ്റ് എവിടെയൊക്കെ പറയാൻ പറ്റുമോ അവിടെയൊക്കെ പറഞ്ഞു. കാരണം ഇത് നമ്മൾ ഈ ഷൂട്ട് സമയത്ത് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സിനിമാ കഥകൾ ഇതുപോലുള്ള യഥാർത്ഥ സംഭവങ്ങൾ പറയും. അപ്പൊ അത്തരത്തിൽ തങ്കപ്പൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് ഞാനിത് ഇവിടെ പറയുന്നത്. തങ്കപ്പനും വിശ്വംഭരനും ഇയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇതുവരെ ഞാൻ നോക്കിയപ്പോൾ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആകെ കേസ് വന്നിട്ടുള്ളത് ഭാഗ്യലക്ഷ്മി അങ്ങോട്ട് കൊടുത്തും ഇയാൾ ഇങ്ങോട്ട് കൊടുത്ത കേസ് മാത്രമാണെന്നുള്ളത്. അതല്ലാതെ തങ്കപ്പനോ ഈ വിശ്വംഭരൻ എന്ന് പറയുന്ന വ്യക്തിയോ അയാളെ വൃത്തികേട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു കേസ് കൊടുത്തിട്ടില്ല. അയാളുടെ പേര് വലിച്ചിട്ട് നുണ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു കേസ് കൊടുത്തിട്ടില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നും ഫെമിനിസ്റ്റ് എന്ന വാക്ക് ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൂടാതെ മറ്റുള്ള കുറെ ആളുകളെ കുറിച്ചിട്ട് പേര് പറഞ്ഞിട്ട് തന്നെയാണ് ഇയാള് ഓരോ കാര്യങ്ങൾ പറഞ്ഞുള്ളത്. പക്ഷെ ഇവിടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്റെ പേര് പറയുന്നില്ല കേട്ടോ. ഞാൻ ഈ പറഞ്ഞ വാക്കുകൾക്ക് അർത്ഥം ഈ പണ്ടാറക്കാരൻ പറഞ്ഞ ഊളത്തരത്തിനെ സപ്പോർട്ട് ചെയ്യാന്നല്ല കേട്ടോ. ഈ കൂതറ പറഞ്ഞ വാക്കുകളെ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിവില്ലാത്തതോ തെളിവില്ലാത്തതോ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. അതാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത്. അത് അങ്ങനെ തന്നെയാണ് ഇത്രയും നാൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇയാള് എന്തിനീ ഊളത്തരം പറഞ്ഞു എന്നുള്ളത് അത് അയാളെ പോലീസുകാർ പിടിച്ചുകൊണ്ടായി ചോദ്യം ചെയ്താൽ തന്നെ മനസ്സിലാവുള്ളൂ. പക്ഷെ ഇവരെന്തിനു നിയമം കയ്യിലെടുത്തു? അത് വലിയൊരു ചോദ്യമാണ് അല്ലെ. ഇവര് കേസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, അവിടെ പോയി 4 പെട പടച്ചിട്ട് ആ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കാൻ എന്ത് ചെയ്താലും ആരും ഒന്നും പറയില്ലായിരുന്നു എന്നുള്ളതാണ്.
എന്നാൽ ഇന്ന് ഈ വീഡിയോസ് വീണ്ടും ഭയങ്കര ചർച്ചയിലേക്ക് വരിക. അതുകൊണ്ടാണ് നമ്മുടെ സജഷനിലേക്കൊക്കെ ഈ വീഡിയോ ഇപ്പൊ കയറി വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ പൊന്തി വരുന്നത്? അതായത് ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി നടിക്ക് നേരെ ഒരു ലൈംഗിക അതിക്രമം നടന്ന സമയത്ത് കട്ടക്ക് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷെ അവർ തുടക്ക സമയത്തൊക്കെ ദിലീപിനെ കുറിച്ച് പറഞ്ഞിരുന്ന വാക്കുകളും വിധി വന്നതിന് ശേഷം വിധിപ്പകർപ്പ് പോലും നോക്കാതെ ആ വിധിക്കെതിരെ സംസാരിക്കുന്നതും കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ എന്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് പറയുന്ന രീതിയിലുള്ള സംസാരം കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ പഴയത് കുത്തിപ്പോക്കും. അങ്ങനെ തന്നെയാണ് ഇത് പുറത്തു വന്നതെന്നുള്ളതാണ്. ഇനി ഇയാളെ കരിയോയിൽ തേച്ചതിന് ശേഷം നടന്ന കുറച്ച് കാര്യങ്ങൾ. ഞാന് കേരളത്തിലെ സ്ത്രീകള് മാഡം ഞാൻ പറയാന്ന് പറഞ്ഞു. അയാളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അയാളുടെ ഓഫീസിലേക്ക് കയറി ചെന്നു. അയാളുടെ ലാപ്ടോപ്പ്, ഫോണും കാര്യങ്ങളൊക്കെ വലിച്ച് എടുത്തു. കൂടാതെ അയാളുടെ തലയിലൂടെ കരിയോയിൽ ഒഴിച്ചു എന്നുള്ളതാണ്. വൃത്തിയേട് പറഞ്ഞിട്ടുണ്ട്. വൃത്തിയേട് പറഞ്ഞതിന് കിട്ട് തന്നെ വേണം. അത് കേസ് കൊടുക്കാതെ പോയിട്ട് 4 പടപടച്ച് നിങ്ങൾ ആ ഒരു വീഡിയോ എടുത്തില്ലായിരുന്നെങ്കിൽ പോലും നിങ്ങൾ ആരും ഒന്നും പറയില്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. നിയമം എല്ലാവർക്കും ബാധകമാണ് എന്നുള്ള ബോധം ഉള്ളത് നല്ലതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്? എടുത്തുചാട്ടത്തിന്റെ പുറത്ത് നിങ്ങൾ കാണിച്ചു കൂട്ടിയതാണ്. അയാളെ തന്നെ നിങ്ങൾ പിരികേറ്റുന്നതും ഈ വീഡിയോന്റെ ഉള്ളിലുണ്ട്. ശരി, കേരളത്തിലെ സ്ത്രീകളെ ഞാൻ അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പരസ്യമായിട്ട് മാപ്പ് ചോദിക്കുന്നു. കേരളത്തിലെ ഫെമിനിസ്റ്റുകൾ ഷട്ട് ചെയ്തോണ്ട് നിനക്ക് എന്താണ് പ്രശ്നം? അത് നീ പറയണോ? നിനക്ക് ഷട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഷട്ട് ഇല്ല, നിനക്ക് എന്താണ് പ്രശ്നം? നിങ്ങളുടെ മാപ്പ് പറഞ്ഞു. നിനക്ക് ഷട്ട് ചെയ്തില്ല, എന്താ പ്രശ്നം? ഇനി മേലെ ഇങ്ങനത്തെ വീഡിയോ നിന്റെ മോക്കൻ, നിന്റെ അമ്മയെ കൊണ്ടത മകൻ നാടില്ല നിനക്ക് ഇങ്ങനത്തെ വീഡിയോ ജീവിക്കാൻ. മാഡം ഞാൻ മാപ്പ് പറഞ്ഞു. ഞാൻ മൊബൈല് മര്യാദക്ക് ആ വീഡിയോ എല്ലാം ഡിലീറ്റ്. ഇതൊന്നും ആയിരിക്കൂല മോനെ, ഇതൊന്നും ആയിരിക്കൂല. അയാളെടുത്ത് പോയിട്ട് അയാളെ ഇടിച്ചിട്ടും പിന്നെ കരിയോല വെച്ചിട്ടും മൊബൈൽ ഫോണും മറ്റുള്ള കാര്യങ്ങൾ അപഹരിച്ചും അടക്കം നശിപ്പിച്ചു. അയാൾക്കൊണ്ട് മാപ്പ് പറയിച്ചു. മാപ്പ് പറയിച്ചിട്ട് അയാളെ പിന്നെ ഭീഷണിപ്പെടുത്തുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നു. ഇയാൾ പറയുന്ന ഇയാളുടെ ഒരു ആക്ടിനോടും എനിക്ക് ഒരു സപ്പോർട്ടും ഇല്ല. ഊളത്തരം തന്നെയാണ് കാണിച്ചിട്ടുള്ളത്, ഊളത്തരം തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇവര് പ്രതികരിച്ച രീതിക്കുള്ള ഒരു പ്രശ്നമുണ്ട്, അത് ചൂണ്ടിക്കാണിക്കാൻ മാത്രമാണ്. മുഖ്യമന്ത്രിയെ കാണിക്കണം. മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുണ്ട് നിന്നെ കുറിച്ച് 10. ഇവിടെ സ്ത്രീകളെ ഇല്ല ഒന്നും ഗുണ്ടായിസം കാണിക്കാൻ തന്നെ വിചാരിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് കടിച്ചിട്ട് നീ കേസ് കൊടുക്കണടാ എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഇറങ്ങിപ്പോക്ക. പിറ്റേ ദിവസം സംഭവിച്ച കാര്യം കേട്ടോ. വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിച്ച ആളെ ഇന്നലെ ഭാഗ്യലക്ഷ്മിയും മറ്റ് 2 ആക്ടിവിസ്റ്റുകളും ചേർന്ന് കൈകാര്യം ചെയ്തിരുന്നു. അവർക്കെതിരെ, അതായത് ഭാഗ്യലക്ഷ്മിക്കെതിരെ ഇപ്പോൾ പോലീസ് കേസ് എടുത്തിരിക്കുകയാണ്. മർദ്ദനമേറ്റ വിജയ് പി നായർ നൽകിയ പരാതിയിലാണ് കേസ്. വിശദാംശം ഓക്കെ. അപ്പൊ അയാളെ മനഃപൂർവ്വം പിരികേറ്റിട്ട് കേസ് കൊടുപ്പിച്ചു എന്നുള്ളതാണ്. കേസ് എവിടെ എത്തിയിട്ടില്ല. ഇവർ അങ്ങോട്ട് കൊടുത്തതും അവർ ഇങ്ങോട്ട് കൊടുത്തതും എവിടെ എത്തിയില്ല. ഇനി ഞാൻ ഒരു ചെറിയ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. നിലപാട് എന്ന് പറഞ്ഞാൽ അത് ഇതായിരിക്കണം. കാണാൻ പോകുന്നവർ കണ്ടോട്ടെ, കാണാൻ താല്പര്യമില്ലാത്തവർ കാണട്ടെ. ഞാൻ എന്തായാലും കാണാൻ ഉദ്ദേശിക്കുന്നു. കേരളം കാണണോ രാമലീല? ശ്രീമതി ഭാഗ്യലക്ഷ്മി, നാളെ ദിലീപിന്റെ രാമലീല ചിത്രം റിലീസ് ചെയ്യുകയാണ്. കാണാൻ പോകുന്നുണ്ടോ? ഞാൻ പോവും, തീർച്ചയായിട്ടും ഞാൻ പോകുന്നതിൽ ഒരു സംശയമല്ലോ. അപ്പൊ ഞാൻ കാണും. കാണാൻ പോകുന്നവർ കണ്ടോട്ടെ, കാണാൻ താല്പര്യമില്ലാത്തവർ കാണട്ടെ. ഞാൻ എന്തായാലും കാണാൻ ഉദ്ദേശിക്കുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ പോകുന്നതിൽ ഒരു സംശയമല്ലോ. അപ്പൊ ഞാൻ കാണും. ഒരു കുറ്റാരോപിതനായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പേരിൽ ഒരു ഒന്നടങ്കം തൊഴിലാളികളെ തേജോവധം ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ആ സിനിമ കണ്ടില്ല. നിലപാട് എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയായിരിക്കണം കേട്ടോ. പറയുന്ന വാക്ക് അത് കൃത്യമായിരിക്കും. രാമലീല കാണും, കണ്ടിരിക്കും. പക്ഷെ ബബ്ബബ്ബ അത് നമ്മള് കാണൂല മക്കളെ, കാണൂല. ഇനി ഇവരെന്തിനാണോ ഇയാളെടുത്ത് പോയി സംസാരിച്ചത്, അവരയാളുടെ തലയിൽ കരിയോല വെച്ചത്, അയാളുടെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിയത്, അയാളെ അടിച്ചത്, അതിൽ തന്നെ സംഭവിച്ച ഒരു മണ്ടത്തരാണെന്ന് കാണാം. ശബ്ദകാരാവലി എടുത്തു വെച്ചിട്ടാണ് സ്ത്രീകളെ ഇവൻ തെറി പറയുന്നത്. ഇവന്റെ അമ്മയുടെ പെങ്ങന്മാരുടെ നീ അതിൽ വിളിച്ച് സ്ത്രീകളെ തെറി വിളിക്കുന്നത് അവന്റെ അമ്മയുടെ പെങ്ങളുടെ, അതൊന്നും സ്ത്രീകളല്ലേ പൊന്നു ചാച്ചി. എന്താ ചെയ്യാ? ആ ബുക്കൊക്കെ ഒരു ഷോക്കി വെച്ചതായിരിക്കും, തുറന്നു വായിച്ചിരുന്നുണ്ടാവൂല. അത് ഉറപ്പായിട്ടുള്ള കാര്യമല്ലേ.
ഇപ്പൊ ഒരുപാട് മതഗ്രന്ഥങ്ങളും അതും ഇതൊക്കെ നമ്മൾ ഒരു പെട്ടെന്ന് ഒരു ആഗ്രഹത്തിന് പുറത്ത് വാങ്ങും, കുറച്ചു കാലം വായിക്കും, ഭയങ്കര താല്പര്യമുള്ള ആളുകൾ അത് ഫുള്ള് വായിച്ചു തീർക്കുന്നുള്ളതാണ്. അല്ലാത്ത ആളുകൾ അതവിടെ വെക്കും. അത് അത്രേ ഉള്ളൂ. ഇവിടെ ഭാഗ്യലക്ഷ്മി ചെയ്ത ഈ ഒരു കാര്യം ശരിയല്ല. അതുപോലെ തന്നെ അയാൾ ചെയ്ത കാര്യവും 100% ശരിയല്ല. നിയമം എല്ലാവർക്കും ബാധകമാണല്ലോ അല്ലെ? ആ ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. ഇവിടെ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ ഫോട്ടോയോ പേരോ എവിടെയും പറയാൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിയുണ്ട്. ആ ഒരു കാര്യം ഇനി ഇര സപ്പോർട്ട് ആണെങ്കിൽ പോലും ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അവരങ്ങോട്ട് സമ്മതിച്ച് തരണം കേട്ടോ, എല്ലാവരും ചെയ്തോളൂ എന്നുള്ളത്. അത്തരം സമ്മതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, എന്നാൽ പോലും അത് മറ്റുള്ള ആളുകൾ ഷെയർ ചെയ്യുന്ന ആളും ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. ഇവിടെ ഭാഗ്യലക്ഷ്മി ഒരുപാട് തവണ ഈ ഒരു ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ ഫോട്ടോ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. മാർട്ടിന്റെ വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾക്ക് കേസെടുത്തത് കൊണ്ട് മാത്രം ചൂണ്ടിക്കാണിച്ചതാണ്. നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നുള്ളതാണ്. എന്തായാലും ആ കേസ് എവിടെ എത്തിയിട്ടില്ല. ഇനി എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് ദൈവം തമ്പുരാൻ അറിയാം. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.